ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കറണ്ട് അഫയേഴ്സിനോട് റിലേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ കൂടി എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ വേറെ സോഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ കൂടി കവർ ചെയ്ത് പോകാവുന്നതാണ്, പഠിച്ച് പോകാവുന്നതാണ്. സോ നിങ്ങൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 10th October, ഇന്നലത്തെ ന്യൂസിലും ഞാൻ പറഞ്ഞു 10th October is observed as a വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. അപ്പോൾ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ടാണ് 10th October, അതായത് ഇന്നലെ ഒബ്സർവ് ചെയ്യുന്നത് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ഇൻ ആൻ അൺഈക്വൽ വേൾഡ്. മെൻ്റൽ ഹെൽത്ത് ഇൻ ആൻ അൺഈക്വൽ വേൾഡ് ആണ് ഈ വർഷത്തെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ തീം. Next news, Union Finance Minister Nirmala Sitharaman announces a new 3 km long 4-lane bridge on Brahmaputra River in Kamrup district. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ ഒരു 3 km ലോങ് 4-lane ബ്രിഡ്ജ് ബ്രഹ്മപുത്ര റിവറിൽ കാംരൂപ്പ് ഡിസ്ട്രിക്റ്റിലെ ബ്രഹ്മപുത്ര റിവറിൽ 4-lane ബ്രിഡ്ജ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ്ഡ് ഇൻ ഗുവാഹട്ടി ദാറ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് അപ്രൂവ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ 3 km ലോങ് 4-lane ബ്രിഡ്ജ് ഓൺ ദ ബ്രഹ്മപുത്ര റിവർ ഇൻ കാംരൂപ്പ് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു 3 km ലോങ് 4-lane ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ബ്രഹ്മപുത്ര റിവറിൽ കാംരൂപ്പ് ഡിസ്ട്രിക്റ്റിൽ അവർ അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ അവർ അലൗ ചെയ്തിരിക്കുകയാണ്, അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. NTPC ഇമ്പാക്ട് വിത്ത് ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് SA ഫോർ കോപ്പറേഷൻ ഇൻ ഇൻ്റർനാഷണൽ പവർ സെക്ടർ. അപ്പോൾ NTPC ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് SA എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഫോർ കോപ്പറേഷൻ ഇൻ ദ ഇൻ്റർനാഷണൽ പവർ സെക്ടർ. അപ്പോൾ ഇൻ്റർനാഷണൽ പവർ സെക്ടറിലുള്ള കോപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഫോർ ദ പവർ സെക്ടർ, ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് SA EDF, one of the world's leading power sector companies companies headquartered in Paris, France, and NTPC Limited, India's largest energy integrated company, signed a memorandum of understanding to explore potential power project development opportunities in the Middle East, Asia, Europe and Africa. അപ്പോൾ ഇൻ്റർനാഷണൽ പവർ സെക്ടറിൻ്റെ കോപ്പറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ NTPC ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് SA ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ NTPC ലിമിറ്റഡിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. NTPC ലിമിറ്റഡ് ഫൗണ്ട് ചെയ്തത് 1975 NTPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NTPCയുടെ CEO ഗുർദീപ് സിംഗ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, PL ഹരാനാഥ് ടേക്സ് ഓവർ ആസ് ചെയർമാൻ ഓഫ് പരാദീപ് പോർട്ട് ട്രസ്റ്റ്. അപ്പോൾ പരാദീപ് പോർട്ട് ട്രസ്റ്റ് ഒരു നാച്ചുറൽ ഡീപ്പ് വാട്ടർ പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻഷിപ്പ് PL ഹരാനാഥ് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ചെയർമാൻഷിപ്പ് ഇനി ചെയർമാൻ ആവുക പരാദീപ് പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാൻ PL ഹരാനാഥ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, Trifed to sign MOU with the government of Jammu and Kashmir for implementation of a Vandhan Yojana. അപ്പോൾ Trifed and the government of Jammu and Kashmir will soon enter into a memorandum of understanding for implementation of Vandhan Yojana and to promote tribal enterprise in the region. അപ്പോൾ ട്രൈബൽ എൻ്റർപ്രൈസ് പ്രൊമോട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരിക്കുന്നത് ട്രൈഫെഡും ഗവൺമെൻറ് ഓഫ് ജമ്മു ആൻഡ് കശ്മീറുമായിട്ട്. The tribal dominated districts in Jammu and Kashmir include Kupwara, Baramulla, Badgam, Rajouri, Udhampur and Katwa. ഈ സ്ഥലങ്ങളിലാണ് ഈ ഡിസ്ട്രിക്റ്റുകളിലാണ് ട്രൈബൽസ് ഡോമിനേറ്റ് ചെയ്ത സ്ഥലങ്ങൾ.
So 11.91% of total population of Jammu and Kashmir constitutes scheduled tribes according to 2011 census. 2011 സെൻസസ് പ്രകാരം 11.91% ടോട്ടൽ പോപ്പുലേഷൻ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ 11.91 ടോട്ടൽ പോപ്പുലേഷനിൽ 11.91% പോപ്പുലേഷനും ട്രൈബൽസ് ആണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. അപ്പോൾ ട്രൈഫെഡ് ടു സൈൻ MOU വിത്ത് ഗവൺമെൻറ് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വന്ദൻ യോജന. നെക്സ്റ്റ് ന്യൂസ്, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ഇനോഗ്രേറ്റ്സ് ഗ്രീൻഫീൽഡ് സിന്ധുദുർഗ് എയർപോർട്ട് അണ്ടർ ദ ഉഡാൻ സ്കീം. അപ്പോൾ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായ ജ്യോതിരാദിത്യ സിന്ധ്യ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രീൻഫീൽഡ് സിന്ധുദുർഗ് എയർപോർട്ട് ഉഡാൻ സ്കീമിൻ്റെ അണ്ടറിൽ. ഈ ഒരു സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായ ജ്യോതിരാദിത്യ സിന്ധ്യ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രീൻഫീൽഡ് സിന്ധുദുർഗ് എയർപോർട്ട്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ വിർച്വലി ഇനോഗ്രേറ്റഡ് ദ ഗ്രീൻഫീൽഡ് സിന്ധുദുർഗ് എയർപോർട്ട് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഓൾസോ ഫ്ലാഗ്ഡ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്രം സിന്ധുദുർഗ് ടു മുംബൈ അണ്ടർ ദ RCS ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡേ ദേശ് കാ ആം നാഗരിക് സ്കീം ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദ എയർപോർട്ട് is spread over 275 hectares ഏരിയ. അപ്പോൾ 275 ഹെക്ടർ ഏരിയയിലാണ് കിടക്കുന്നത് ഈ ഒരു എയർപോർട്ട്. അപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ, സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് സിന്ധുദുർഗ് എയർപോർട്ട് ഉഡാൻ സ്കീമിൻ്റെ ഫുൾ ഫോമാണ് ഉഡേ ദേശ് കാ ആം നാഗരിക് സ്കീം. അപ്പോൾ ആ സ്കീമിൻ്റെ അണ്ടറിൽ ഈ എയർപോർട്ട് ഇനോഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്, NMPB കൊളാബറേറ്റ്സ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോറിസോഴ്സ് ടെക്നോളജി ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫോർ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് NMPB കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോറിസോഴ്സ് ടെക്നോളജി ആയിട്ട് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫോർ മെഡിസിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. നാഷണൽ മെഡിസിനൽ പ്ലാന്റ് ബോർഡ് ഹാസ് ജോയിൻഡ് ഹാൻഡ്സ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോറിസോഴ്സ് ടെക്നോളജി ബേസ്ഡ് ഇൻ ഹിമാചൽ പ്രദേശ് പലാംപൂർ ഏരിയ ടു പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ നടന്നിരിക്കുന്നത് NMPBയും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോറിസോഴ്സ് ടെക്നോളജിയുമായിട്ട്. അപ്പോൾ NMPB എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ അണ്ടറിലാണ്. മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് മിനിസ്റ്ററാണ് ശ്രീപദ് യെസ്സോ നായിക്. അതേപോലെ സർബാനന്ദ് സോനോവാളാണ് ആയുഷിൻ്റെ യൂണിയൻ മിനിസ്റ്റർ. നെക്സ്റ്റ് ന്യൂസ്, സെർബിയൻ ലോയർ ബിക്കംസ് ബാൽക്കാൻസ് ഫസ്റ്റ് വിന്നർ ഓഫ് UNHCR റെഫ്യൂജി അവാർഡ്. അപ്പോൾ UNHCRൻ്റെ അതായത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിൻ്റെ ഫസ്റ്റ് വിന്നർ ഓഫ് ബാൽക്കൺസ് അവാർഡ് ആയിരിക്കുകയാണ് സെർബിയൻ ലോയറായ നിക്കോള കൊവാസെവിക് എന്നാണ് പേര്. സെർബിയൻ ലോയറുടെ പേരാണ് നിക്കോളാസ് കൊവാസെവിക്, who has spent a decade helping asylum seekers and refugees fleeing hardship around the world find new lives in his Balkan country, has received the UN Refugee Agency's prestigious award for Europe in ceremony in Belgrade. He offers free legal advice and helps refugees apply for asylum and find shelter, work and access to education and medical assistance. The UNHCR said Kovacevic has represented nearly 1/3 of all of his asylum seekers. അപ്പോൾ സെർബിയൻ ലോയറായ നിക്കോള കൊവാസെവിക് ആണ് ഫസ്റ്റ് ബാൽക്കൻസ് വിന്നർ ഓഫ് UNHCR റെഫ്യൂജി അവാർഡ് ആയിരിക്കുന്നത്. അപ്പോൾ UNHCRൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, UNHCR യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ഫൗണ്ട് ചെയ്തത് 14th December 1950 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ സ്വിറ്റ്സർലാൻഡിലാണ്. ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിൻ്റെ പേരാണ് ഫിലിപ്പോ ഗ്രാൻഡിയാണ്. നെക്സ്റ്റ് ന്യൂസ്, തെലുഗു ഫിലിം മേക്കറായ B. ഗോപാൽ ചോസൺ ഫോർ സത്യജിത്ത് റായ് അവാർഡ്. അപ്പോൾ തെലുഗു ഫിലിം മേക്കറായ B. ഗോപാൽ സത്യജിത്ത് റായ് അവാർഡിന് സെലക്ട് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെൽ നോൺ തെലുഗു ഫിലിം മേക്കർ B. ഗോപാൽ ഏലിയാസ് ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്, ബെജാവാഡ ഗോപാൽ has been chosen for the 4th Satyajit Ray Award for his overall contribution to Indian cinema. അപ്പോൾ ഇന്ത്യൻ സിനിമയിലേക്കുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ സത്യജിത്ത് റായ് അവാർഡ് തെലുഗു ഫിലിം മേക്കറിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ സത്യജിത് റായ് ഫിലിം സൊസൈറ്റി ഓഫ് കേരള, എ സ്റ്റേറ്റ് ബേസ്ഡ് ഓർഗനൈസേഷൻ. ദ അവാർഡ് കംപ്രൈസസ് 10,000 ക്യാഷ് പ്രൈസ്, എ മൊമെൻറ്റോ ആൻഡ് എ പ്ലേക്ക്. അപ്പോൾ ഗോപാൽ മൊത്തം 30 തെലുഗു ഫിലിംസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ 2 ഹിന്ദി സിനിമകളും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂസ്, RBI റീറ്റെയിൻസ് ഫിനാൻഷ്യൽ ഇയർ 22 GDP ഗ്രോത്ത് പ്രൊജക്ഷൻ അറ്റ് 9.5%. അപ്പോൾ RBI GDP ഗ്രോത്ത് പ്രൊജക്ഷൻ 2022 ഫിനാൻഷ്യൽ ഇയറിൻ്റെ GDP ഗ്രോത്ത് പ്രൊജക്ഷൻ 9.5% ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ റേറ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 5.3% ആയിട്ടാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് കോ ആൻഡ് കീപ് റിപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് അറ്റ് 4%. 4% തന്നെയാണ് റിപ്പോ റേറ്റ്. RBI ഗവർണർ അനൗൺസ്ഡ് ദാറ്റ് ദ CPI ഇൻഫ്ലേഷൻ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് 5.3% ഫോർ ദ കറണ്ട് ഫിസിക്കൽ ഇയർ 2021-22. അപ്പോൾ 2021-22ൻ്റെ കറണ്ട് ഇൻഫ്ലേഷൻ CPI ഇൻഫ്ലേഷൻ റേറ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 5.3% ആണ്. ഫോർ ദ കറണ്ട് ഫിസിക്കൽ 2021-22 GDP ഗ്രോത്ത് പ്രൊജക്ഷൻ ഈസ് റീറ്റെയിൻഡ് അറ്റ് 9.5%. അപ്പോൾ ഫോർ ദ കറണ്ട് ഫിസിക്കൽ 2021-22 GDP ഗ്രോത്ത് പ്രൊജക്ഷൻ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് 9.5%. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഡാറ്റ, അതായത് ഈ റേറ്റൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ RBIയുടെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ഏപ്രിൽ 1935 RBI ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBIയുടെ ഗവർണറുടെ പേരാണ് ശക്തികാന്ത ദാസ്. RBI ഡെപ്യൂട്ടി ഗവർണേഴ്സ് 4 സീറ്റാണുള്ളത്. അപ്പോൾ 4 ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. MK ജെയിൻ, മഹേഷ് കുമാർ ജെയിൻ, പിന്നെ MD പത്ര, അതായത് മൈക്കിൾ ദേബ് പത്ര, പിന്നെ M രാജേശ്വർ റാവു, പിന്നെ T രവിശങ്കർ. ഇവരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പിന്നെ RBIയുടെ സബ്സിഡറികളാണ്, മൊത്തം 4 സബ്സിഡറികളാണുള്ളത്. 4 സബ്സിഡറികൾ ഫുള്ളി ഓൺഡ് ബൈ RBI ആണ്. അപ്പോൾ അതിലത്തെ ഫസ്റ്റാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, പിന്നെ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ മൂന്നാമത്തെ BRBN MPL, അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ IFTAS, അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. അപ്പോൾ ഇതാണ് RBIയുടെ സബ്സിഡറികൾ. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കൺഫേഴ്സ് ആര്യഭട്ട അവാർഡ് ടു സെക്രട്ടറി DDR&D ആൻഡ് ചെയർമാൻ ഓഫ് DRDO G സതീഷ് റെഡ്ഡി. അപ്പോൾ ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആര്യഭട്ട അവാർഡ് G സതീഷ് റെഡ്ഡിക്ക് കൊടുത്തിരിക്കുകയാണ്. സെക്രട്ടറി DDR&D ആൻഡ് ചെയർമാൻ ഓഫ് DRDO Dr. G സതീഷ് റെഡ്ഡി ഹാസ് ബീൻ conferred the prestigious Aryabhatta Award by the Astronautical Society of India. അപ്പോൾ ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ആര്യഭട്ട അവാർഡ് DRDO ചെയർമാനായ G സതീഷ് റെഡ്ഡിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ DRDO റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് DRDOൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത് 1958 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ചെയർമാൻ്റെ പേരാണ് G സതീഷ് റെഡ്ഡി. നെക്സ്റ്റ് ന്യൂസ്, മലയാളം റൈറ്റർ ബെന്യാമിൻ ബാഗ്സ് വയലാർ അവാർഡ്. അപ്പോൾ വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത് മലയാളം റൈറ്ററായ ബെന്യാമിനാണ്. വെൽ നോൺ മലയാളം റൈറ്റർ ബെന്യാമിൻ ഹാസ് ബാഗ്ഡ് ദ 45th വയലാർ രാമവർമ്മ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് ഫോർ ഹിസ് ബുക്ക് മന്തലിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. എനിക്കത് ശരിക്കും വായിക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് മന്തലിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മലയാളം റൈറ്ററായ ബെന്യാമിനാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്, അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ അവാർഡിൻ്റെ ക്യാഷ് പ്രൈസ് 1 lakh ആണ്. സോ കേരള റിലേറ്റഡ് ന്യൂസാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് തിരുവനന്തപുരം. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്.
പിന്നെ ആനമുടി ഷോല നാഷണൽ പാർക്ക് കേരളത്തിലാണുള്ളത്. മത്തിക്കട്ടൻ ഷോല നാഷണൽ പാർക്ക്, പമ്പാടം ഷോല നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഇതെല്ലാം കേരളത്തിലാണുള്ളത്. ഷെണ്ടൂർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്തൊക്കെയോ മാറിപ്പോവുകയാണ്. ഷെണ്ടൂർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെപ്പറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം കേരളത്തിലാണുള്ളത്. പിന്നെ കേരളത്തിൻ്റെ ഡാൻസ് ഫോമാണ് കഥകളി. പിന്നെ ഇടുക്കി ഡാം, പെരിയാർ റിവറിലത്തെ ഇടുക്കി ഡാം കേരളത്തിലാണുള്ളത്. മുല്ലപ്പെരിയാർ ഡാം, പെരിയാർ റിവറിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമും കേരളത്തിലാണുള്ളത്. പിന്നെ നെയ്യാർ ഡാം, നെയ്യാർ റിവറിലത്തെ നെയ്യാർ ഡാമും കേരളത്തിലാണുള്ളത്. പിന്നെ വേമ്പനാട് ലേക്ക്, ഇറ്റ് ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ലഗൂൺ ഇൻ ഇന്ത്യ ആണ്. അതേപോലെ ലോങ്ങസ്റ്റ് ലേക്കുമാണ്. 96.5 കിലോമീറ്റർ ലോങ് ആണ് വേമ്പനാട് ലേക്ക് കേരളത്തിലാണുള്ളത്. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ കേരളത്തിലാണുള്ളത്. ശബരിമല ശ്രീ അയ്യപ്പ ടെമ്പിളും കേരളത്തിൽ തന്നെയാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, അബോൾ ഹസൻ ബാനിസാദർ, ഇറാൻസ് ഫസ്റ്റ് പ്രസിഡന്റ് ആഫ്റ്റർ 1979 റവല്യൂഷൻ ഡൈസ്. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് ആഫ്റ്റർ 1979 റവല്യൂഷനായ ഇറാൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആഫ്റ്റർ 1979 റവല്യൂഷനായ അബോൾ ഹസൻ ബാനിസാദർ അന്തരിച്ചു എന്നാണ് ന്യൂസ്. നെക്സ്റ്റ്, പ്രൈം മിനിസ്റ്റർ മോദി മീറ്റ്സ് ദാനിഷ് കൗണ്ടർ പാർട്ട്, സൈൻ MOU ടു ബൂസ്റ്റ് ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഡെൻമാർക്കിൻ്റെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മീറ്റ് ചെയ്തു. എന്നിട്ട് ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ബൂസ്റ്റ് ചെയ്യാനുള്ള MOU സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ആൻഡ് ഡെൻമാർക്ക് agreed on measures to take forward their unique green strategic partnership and signed 4 agreements aimed at boosting cooperation in green technologies and management of natural resources such as groundwater. This partnership is an example of how by collective effort through technology one can work for a green growth while preserving the environment. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് പ്രകാരം എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് കളക്റ്റീവ് എഫേർട്ട് ത്രൂ ടെക്നോളജി വൺ ക്യാൻ വർക്ക് ഫോർ ഗ്രീൻ ഗ്രോത്ത് വൈൽ പ്രിസർവിങ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഗ്രീൻ ഗ്രോത്ത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ബൈ പ്രിസർവിങ് എൻവയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഗ്രീൻ ഗ്രോത്ത് വൺ ക്യാൻ വർക്ക് ഫോർ ഗ്രീൻ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ബൈ പ്രിസർവിങ് എൻവയോൺമെൻറ്റ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഡെൻമാർക്ക് പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 4 MOU ആണ് സൈൻ ചെയ്തിരിക്കുന്നത് ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ന്യൂസ്, IMPS ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇൻക്രീസ്ഡ് ടു ₹5 lakh ഫ്രം ₹2 lakh. അപ്പോൾ IMPS ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് 2 ലക്ഷമായിരുന്നു ഇതുവരെ. ഇനി മുതൽ അത് 5 ലക്ഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇമീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ട്രാൻസാക്ഷൻ ലിമിറ്റാണ് IMPS എന്ന് വെച്ചാൽ. അപ്പോൾ ടു ഇൻക്രീസ് ഫ്രം 2 lakh ടു ₹5 lakh, 5 lakhിലേക്ക് മാറുകയാണ്. 5 lakh ആയിരിക്കും ഇനി ട്രാൻസാക്ഷൻ ലിമിറ്റ്. Considering the importance of IMPS, which enables instant domestic 24/7 fund transfer, and this will lead to further increase in digital payments and will provide additional facility to customers for making digital payments beyond 2 lakh. അപ്പോൾ 2 lakhിൻ്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് IMPS ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുവിധം സ്റ്റാറ്റിക് GKയും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക. പിന്നെ മറ്റു കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആവാൻ നിങ്ങളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം.